നമസ്കാരം. പ്രധാന വാർത്തകൾ. NM വിജയന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകം. NV ഗോവിന്ദൻ മാസ്റ്റർ. വിസ്മയ കേസ് വിചിത്രാംശവുമായി പ്രതി കിരൺ സുപ്രീം കോടതിയിൽ. രണ്ടാം ഏകദിനത്തിൽ കിവീസിന് വൻ വിജയം. വാർത്തകൾ വിശദമായി. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കേസിൽ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്ന് തന്നെയാണ് കേരളം മുഴുവൻ പറയുന്നതെന്നും അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. കൃത്യമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. സുധാകരനും VD സതീശനും ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്ന നില സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വിസ്മയ കേസ് പ്രതി കിരൺ സുപ്രീം കോടതിയിൽ. തനിക്കെതിരായ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രതി കിരൺ ഹർജിയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് പോലീസിന്റെ പക്കൽ തെളിവില്ലെന്നും മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺ ഹർജിയിൽ പറയുന്നു. തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നും കിരൺകുമാർ ഹർജിയിൽ പറയുന്നു. അഭിഭാഷകൻ ദീപക് പ്രകാശാണ് കിരണിന്റെ ഹർജി സമർപ്പിച്ചത്. ഇനി കായിക വാർത്ത. അർദ്ധ സെഞ്ചുറി നേടിയ രജിൻ രവീന്ദ്രയുടെയും മാർക്ക് ചാമ്മാന്റെയും ഇന്നിംഗ്സിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ന്യൂസിലൻഡിന് വൻ ജയം. 113 റൺസിനാണ് ആതിഥേയർ ജയിച്ചത്. 79 റൺസ് നേടിയ രജിനാണ് കളിയിലെ താരം. രജിനും ചാപ്മാനും 112 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത്. മഴയായതിനാൽ ഹാർമിൽട്ടണിൽ 2.5 മണിക്കൂർ വൈകിയാണ് മത്സരം തുടങ്ങിയത്. 37 ഓവറായി നിജപ്പെടുത്തിയ മത്സരത്തിൽ 9 വിക്കറ്റ് നഷ്ടത്തിന് 255 റൺസ് കിവികൾ നേടി. ചാപ്മാൻ 62 റൺസ് എടുത്തു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.